ചാപ്റ്റർ 5 ഡാറ്റ കളക്ഷൻ. അതിലൊരു ചെറിയ പോർഷനാണ് ഞാൻ എടുക്കുന്നത്. കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ. There are two basic approaches, namely quantitative and qualitative methods. അതിൽ two basic approaches വരുന്നുണ്ട്, quantitative and qualitative methods. First one, quantitative methods ആണ് പറയുന്നത്. These methods are centered on the quantity of certain responses. They are most appropriate when the potential range of answers the researcher can expect to each question is known in advance, and typical questions involve ticking boxes or filling in numbers. ഈ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രതികരണങ്ങളുടെ മെഷേഴ്സിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവ ഏറ്റവും അനുയോജ്യമാണ്. ഓരോ ക്വസ്റ്റ്യൻസിനും റിസർച്ചർ പ്രതീക്ഷിക്കാവുന്ന ആൻസേഴ്സിൻ്റെ സാധ്യതകൾ അറിയപ്പെടുമ്പോൾ സാധാരണ ക്വസ്റ്റ്യൻസിൽ ബോക്സ് ടിക്ക് ചെയ്യുന്നതോ അക്കങ്ങൾ പൂരിപ്പിക്കുന്നതോ ഉൾപ്പെടുന്നു. Quantitative data is also particularly useful for measuring change because it is relatively easily asked the same questions again at a later date, and to compare the results for quantitative information to be reliable, it needs to be based on relatively large number of responses. ഈ മെഷറിങ് ചെയ്യുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പ്രത്യേകിച്ചും യൂസ്ഫുള്ളാണ്. ബിക്കോസ് പിന്നീടുള്ള ഡേറ്റിൽ അതേ ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രയോഗിക്കുന്നതും റിസൾട്ട് താരതമ്യം ചെയ്യുന്നതും താരതമ്യേന ഈസിയാണ്. മെഷേഴ്സിനുള്ള ഇൻഫർമേഷൻ റിലയബിൾ ആണെങ്കിൽ അത് താരതമ്യേന വലിയ പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. സെക്കൻഡ് വൺ ആണ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്. These methods are less focused on numbers and offer the opportunity to explore issues and gain more in-depth information about them, particularly where the range of possible answers is not known beforehand. ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. കൂടാതെ പ്രശ്നങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും അവയെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾ നേടാനുള്ള അവസരം നൽകുന്നു. പ്രത്യേകിച്ചും സാധ്യമായ ഉത്തരങ്ങളുടെ റേഞ്ച് മുൻകൂട്ടി അറിയാത്ത ഇടത്താണ്. Being less dependent on numbers, qualitative approaches so not require such large numbers of responses for their result to be useful, provided the researcher are sure that the respondents are sufficiently typical or insightful. നമ്പേഴ്സിനെ ആശ്രയിക്കാത്തതിനാൽ ഗുണപരമായ സമീപനങ്ങൾ അത്ര വലിയ നമ്പേഴ്സുകൾക്ക് ആവശ്യമില്ല. പ്രതികരിക്കുന്നവർ വേണ്ടത്ര സാധാരണക്കാരോ ഉൾക്കാഴ്ചയുള്ളവരോ ആണെന്ന് റിസർച്ചറിന് ഉറപ്പുണ്ടെങ്കിൽ അവയുടെ റിസൾട്ട് യൂസ്ഫുൾ ആകും.